അപ്പുറം എല്ലാം പച്ച ഹറാം. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ. ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാരശമനത്തിന് ഏത് വഴി തേടുന്നുണ്ടെങ്കിലും അതെല്ലാം കടുത്ത അക്രമമാണ്, പടച്ചവൻ വെച്ച പരിധി വിട്ട് കടക്കലാണ്. മനുഷ്യന്മാരെ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ സുബ്ഹാനല്ലാഹ് ഇന്നൽ ഇബാദ ഇദാ അസൗദി, ആളുകൾ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അല്ലാഹ് പറയാണ് ഹവ്വൽതു ഖുലൂബഹും ബിസ്സഖതതി വന്നിഖ്മാ. ഭരിക്കുന്ന ഭരണാധികാരികളെ മനസ്സിൽ ജനങ്ങളോട് വെറുപ്പും ജനങ്ങളെ ശിക്ഷിക്കണം ബുദ്ധിമുട്ടിക്കണമെന്ന ചിന്തയും അവരെ മനസ്സിൽ ഞാൻ ആക്കിക്കൊടുക്കും. ഭരണാധികാരികൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഭരിക്കുന്നവരുടെ മനസ്സിൽ നമ്മൾ തോന്നിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഓ ജനങ്ങളെ, ഫലാ തശ്ഗലൂ അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്. ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിച്ച് നിങ്ങൾ നേരം കളയണ്ട. പിന്നെന്താ വേണ്ടത്? ബൽശഗലൂ അൻഫുസകും ബിദ്ദിക്രി വത്തദറുഇ കൈ അക്ഫിയകും മുലൂകകും. നിങ്ങളെ ഭരണാധികാരികളെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലാഹു ആകുന്ന ഞാൻ പരിഹരിച്ചു തരും. അതിനെന്ത് വേണം? നിങ്ങൾ എന്നെ ഓർക്കണേ. നിങ്ങളുടെ രഹസ്യവും പരസ്യവും ഒക്കെ എന്നെ ഓർത്തുകൊണ്ടാകണേ. എനിക്ക് ദിക്റ് കൊണ്ടുവരണേ. എന്നോട് താഴ്മയോടെ പ്രാർത്ഥിക്കണേ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. വഅസിറൂ ഖൗലകും വജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ആരുമില്ലാത്ത സമയത്തും ആരും കാണാത്ത സമയത്തും എല്ലാം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അവർക്ക് വലിയ പ്രതിഫലം ഉണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ പൊറുക്കൽ ഉണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അതോടുകൂടെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, അതാ നിങ്ങൾ രഹസ്യമായി മനസ്സിൽ എന്ത് വിചാരിച്ചാൽ പോലും അല്ലാഹു അത് അറിയുന്നവനാണ്. അല്ലാഹു അറിയാത്ത ഒരു കാര്യവും ഇല്ല. നിങ്ങളെ പടച്ചവൻ നിങ്ങൾ എന്തെങ്കിലും കാര്യം അറിയാതിരിക്കുമോ? അതുകൊണ്ട് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതാണ് ഇൽമിന്റെ ഫലം എന്ന് പറയുന്നത്. അറിവിന്റെ ഫലം അതാണ്. അല്ലെങ്കിൽ പിന്നെ അറിവുണ്ട് എന്ന് പറയുന്നു. എന്ത് അറിവാണ്? അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് അറിവാണ്? അതുകൊണ്ട് നമ്മളെല്ലാം അറിവ് നേടണം, ഉള്ള അറിവനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ അല്ലാഹു തആല എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടുകൂടെ തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അവന്റെ സാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു തങ്ങള് മഹാനവർകൾ, വലിയ മഹാനാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് വഅദ് പറയാൻ ഉസ്താദ് സരീഉ സഖത്തി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ടവർക്ക് മടി തോന്നി, വഅദ് പറഞ്ഞില്ല. മുഹീദ്ദീൻ മലയിൽ നിങ്ങൾ ചൊല്ലാറില്ലേ, വേദം വിളമ്പി പറവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുപ്പി കൊടുത്തോവർ. വഅദ് പറയാൻ മടി തോന്നി. കാരണം വഅദ് പറയുമ്പോ ചിലപ്പോൾ മനസ്സിൽ കിബിർ വരും. അത് വലിയ അപകടമാണ്. പ്രസംഗിക്കുന്നവന്റെ മനസ്സിൽ കിബിർ വരും. രണ്ട് സംഗതിക്ക് വലിയ കിബിർ വരും. ഒന്ന്, മോട്ടോർ സൈക്കിൾ മേലെ യാത്ര ചെയ്യുമ്പോൾ, മോട്ടോർ ബൈക്കും മേലെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കിബിർ വരും. അപ്പോഴാണ് ഈ കടകടാന്ന് റൈസാക്കലൊക്കെ തുടങ്ങുന്നത്. കിബിർ വരുമ്പോ അതുപോലെ കിബിർ വരുന്നൊരു സംഗതിയാണ് സ്റ്റേജ് കയറി പ്രസംഗിക്കലും വഅദ് പറയുന്നത്. അവൻ ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോ മനസ്സിൽ ഇങ്ങനെ കിബിർ വരും. അതോടുകൂടെ അവൻ പരാജയപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. കിബിർ വരും. അത് പേടിച്ചിട്ട് വഅദ് പറയാൻ മടിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് വായിൽ